വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ താമസിക്കുകയില്ല എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. എബ്രായർ 10:37 വാക്യം. ഇനി അല്പകാലം കഴിഞ്ഞാൽ വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. താമസം സഹിക്കാൻ വളരെ പ്രയാസമുള്ള ഒന്നാണ്. തൊഴിൽ വൈകുമ്പോൾ ഒരാൾ ശരിക്കും നിരുത്സാഹപ്പെടുന്നു. പലരും ദുഃഖത്തോടെ ചിന്തിക്കുന്നു, എനിക്കൊരു ജോലി ലഭിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തെ പോറ്റാൻ കഴിയുമായിരുന്നു. പകരം നിന്ദയും അപമാനവും എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുകയാണെന്ന് തോന്നുന്നു. മക്കളുടെ വിവാഹങ്ങൾ ശരിയായ പ്രായത്തിനും അപ്പുറം വൈകുമ്പോൾ മാതാപിതാക്കൾ കരയുകയും വിഷമിക്കുകയും ചെയ്യുന്നു. വീട് പണിയുന്നതിൽ കാലതാമസം, കുട്ടികൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതിൽ കാലതാമസം, ലഭിക്കേണ്ട പണം ലഭിക്കുന്നതിൽ കാലതാമസം, അല്ലെങ്കിൽ ജോലി കൈമാറ്റം ലഭിക്കുന്നതിനാൽ കാലതാമസം എന്നിവ ഉണ്ടാകാം. ജീവിതം പലപ്പോഴും അത്തരം നിരവധി കാലതാമസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്ന് കർത്താവ് നമുക്ക് ഈ ഉറപ്പ് നൽകുന്നു, ഞാൻ താമസിക്കുകയില്ല. കർത്താവ് തന്റെ നിശ്ചിത സമയത്ത് എല്ലാം കൃത്യമായി ചെയ്യുന്നു. അവൻ ഒരിക്കലും വളരെ നേരത്തെ പ്രവർത്തിക്കുന്നില്ല. അവൻ ഒരിക്കലും വളരെ വൈകിയും പ്രവർത്തിക്കുന്നില്ല. ചിലപ്പോൾ കാലതാമസം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായി മാറുന്നു. ബൈബിൾ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. ഇത് റോമർ 8:28 വാക്യത്തിൽ കാണുന്നു. നാം ചെയ്യേണ്ടത് ഇതാണ്: നാം ഉത്കണ്ഠരാകുകയോ അക്ഷമരോ ആകരുത്. കർത്താവിന്റെ കാലതാമസ നിമിത്തം പലരും തളർന്നു പോകുന്നു. ചിലർ പിറുപിറുക്കാൻ തുടങ്ങുന്നു. മറ്റുള്ളവർ കുറുക്കു വഴികൾ തേടുന്നു. പുറപ്പാട് 32:1 വാക്യത്തിൽ മോശെ പർവ്വതത്തിൽ നിന്നിറങ്ങാൻ വൈകിയതായി ജനങ്ങൾ കണ്ടപ്പോൾ ഇസ്രായേൽ മക്കൾ ചെയ്ത മണ്ടത്തരങ്ങൾ നാം വായിക്കുന്നു. കാലതാമസം സഹിക്കാൻ കഴിയാതെ അവർ ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹാരാധനയിൽ വീണു. ഇക്കാരണത്താൽ ഇസ്രായേലിൽ നിരവധി ദുരന്തങ്ങൾ വന്നു. അത് ദുഃഖവും നാശവും വരുത്തിവെച്ചു. കാലതാമസം നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുമ്പോൾ ഒരിക്കലും കുറുക്കു വഴികൾ തേടി പരാജയപ്പെടരുത്. ശൗൽ മാധ്യമങ്ങളെയും മന്ത്രവാദികളെയും അന്വേഷിച്ചതുപോലെ കാലതാമസ സമയത്ത് പലരും ഭാഗ്യം പറയുന്നവരുടെയും മന്ത്രവാദികളുടെയും അടുത്തേക്ക് ഓടുന്നു. അത്തരം ആളുകൾക്ക് പരിശോധനയിൽ നിൽക്കാൻ കഴിയുകയില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തു അവരിലുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഇത് 2 കൊരിന്ത്യർ 13:5 വാക്യത്തിൽ കാണപ്പെടുന്നു. സങ്കീർത്തനക്കാരൻ നമുക്ക് ഈ ഉപദേശം നൽകുന്നു: നിന്റെ ഭാരം കർത്താവിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ താങ്ങും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഇത് സങ്കീർത്തനം 55:22 വാക്യത്തിൽ കാണപ്പെടുന്നു. ഇനിയും 1 പത്രോസ് 5:7 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നു. ദൈവമക്കളെ, കാത്തിരിപ്പിന്റെ കാലങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകാൻ അനുവദിക്കരുത്. വിശ്വസിക്കുന്നവൻ തിടുക്കത്തിൽ പ്രവർത്തിക്കുകയില്ല എന്ന് യെശയ്യാവ് 28:16 വാക്യത്തിൽ കാണപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഹബക്കൂക്ക് 2:3 വാക്യം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്ക, അത് നിറവേറ്റും നിശ്ചയം, താമസിക്കുകയുമില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ശമൂവേൽ 22, 23, 24 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 12 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.